സ്കൂളിനെ ഓർക്കുമ്പോൾ തന്റെ മനസ്സിൽ ആദ്യം വരുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളുമല്ല, അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി തന്ന ലക്ഷ്മിയേടത്തിയാണെന്ന് പറഞ്ഞത് ഡോക്ടർ എം കുഞ്ഞാമനാണ്. ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് മാത്രം സ്കൂളിൽ പോകുന്ന അനേകായിരം കുട്ടികളുള്ള നാട്ടിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. 1941 സ്കൂൾ ലഞ്ച് പ്രോഗ്രാം ഇന്ത്യയിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. 1961 മുതൽ 62 വരെ ഇത് ഇന്ത്യയിൽ മുഴുവൻ സ്പ്രെഡായി ഇന്ത്യ അത് ഏറ്റെടുക്കുകയായിരുന്നു. പോഷക ആഹാരക്കുറവ് കൊണ്ടും വിശപ്പ് കൊണ്ടും മാത്രം സ്കൂളിൽ വരാൻ സാധിക്കാതെ പഠിക്കാൻ പോകാതിരിക്കുന്ന അനേകായിരം കുഞ്ഞുങ്ങൾക്ക് കരുത്തും കരുതലുമായിരുന്നു മിഡ് ഡേ മീൽ എന്ന പ്രോഗ്രാം. ഇന്ത്യൻ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും ബോളിവുഡ് നടൻ മനോജ് വാജ്പേയിയും അവരുടെ ദരിദ്രമായ ബാലകാലത്ത് ഈ മിഡ് നൈറ്റ് മീൽ പ്രോഗ്രാം കൊണ്ട് ഭക്ഷണം ലഭിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സ്കൂളിൽ പോകുന്നത് തന്നെ അതിനുവേണ്ടിയായിരുന്നു. അതേപോലെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ദക്ഷിണേന്ത്യൻ താരം പ്രകാശ് രാജ് താൻ സ്കൂളിൽ പോയിരുന്നത് ഭക്ഷണം കഴിക്കാനും ആ ഭക്ഷണമാണ് തന്റെ വിശപ്പ് അകറ്റിയിരുന്നതെന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രശസ്തരായ വ്യക്തികൾ മാത്രമല്ല, ഒരുപാട് ഇത്തരം പ്രശസ്തരും അപ്രശസ്തരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഇത്തരത്തിലുള്ള ഈ പ്രോഗ്രാം വഴി സ്കൂളിലേക്ക് എത്തിപ്പെടുകയും ജീവിത വിജയത്തിന് ഇത് കാരണമാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അധ്യയന വർഷം ആരംഭിച്ച് 2 മാസമായിട്ടും സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് മുട്ടയും പാലിനും ചിലവാക്കിയ തുക സർക്കാർ അനുവദിച്ചു നൽകിയിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധിച്ച് ഉച്ചഭക്ഷണ സമിതി വിളിച്ചുകൂട്ടി മുട്ടയും പാലും വിതരണം നിർത്തിവെക്കാനുള്ള ഒരുക്കത്തിലേക്കാണ് പ്രധാന അധ്യാപകർ എത്തിയിരിക്കുന്നത്. വിലക്കയറ്റം രൂക്ഷമായിട്ടും സർക്കാർ ഇവർക്ക് വേണ്ടി അനുവദിക്കുന്ന ഭക്ഷണത്തിന്റെ തുക വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. തുക നൽകാത്തതും പ്രധാന അധ്യാപകരുടെ ഈ നീക്കത്തിന് കാരണമായിട്ടുള്ളതാണ്. പല പ്രധാന അധ്യാപകരും കടം വാങ്ങിയും കയ്യിൽ നിന്ന് പൈസ ഇട്ടുമൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇത്തരം സേവനങ്ങൾ നൽകുന്നതും അതിനുവേണ്ടിയുള്ള തുക സമാഹരിക്കുന്നതുമൊക്കെ. 2016 നിശ്ചയിച്ച നിരക്കാണ് ഇപ്പോഴും ഉള്ളത്. ഇത് പുതുക്കാനും സംസ്ഥാന പോഷകാഹാര പദ്ധതിക്ക് പ്രത്യേക തുക അനുവദിക്കാനും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രധാന അധ്യാപകരുടെ സംഘടന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സ്കൂൾ തുറന്ന് 2 മാസമായിട്ടും ഇതുവരെയും ഉച്ചഭക്ഷണത്തെ സംബന്ധിച്ച വിവരങ്ങളുടെ സർക്കുലർ ഇറക്കിയിട്ടില്ല. ഈ സർക്കുലറിലാണ് ഉച്ചഭക്ഷണത്തിന്റെ അളവ്, മുട്ടാപ്പാൽ വിതരണം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തത വരുത്തുന്നത്. മുൻപെല്ലാം ഉച്ചഭക്ഷണത്തിന് ഉള്ള കേന്ദ്ര ഫണ്ടിനോടൊപ്പം ചേർത്താണ് സംസ്ഥാനം മുട്ടാപ്പാൽ എന്നിവയ്ക്ക് പണം അനുവദിച്ചിരുന്നത്. CAG ഓഡിറ്റ് നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചു തുടങ്ങുന്നത്. സംസ്ഥാനത്തിന് പ്രത്യേകമായി തുക അനുവദിക്കേണ്ടി വന്നതുകൊണ്ടാണ് സംസ്ഥാനം ഉഴപ്പുന്നത് എന്നാണ് പ്രധാന അധ്യാപകർ കുറ്റപ്പെടുത്തുന്നത്. 29 ലക്ഷം കുട്ടികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഇനിയും തുക അനുവദിച്ചില്ലെങ്കിൽ സ്കൂളുകളിൽ മുട്ടാപ്പാൽ വിതരണം നിർത്തുക എന്ന അനിവാര്യതയിലേക്ക് പ്രധാന അധ്യാപകർ നിർബന്ധിക്കപ്പെടും. വിലക്കയറ്റം രൂക്ഷമായ ഈ സമയത്ത് പദ്ധതിക്ക് ആവശ്യമായ നിരക്ക് പുതുക്കി നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതനുസരിച്ച് LP വിഭാഗത്തിൽ ലഭിച്ചിരുന്ന ആദ്യ സ്ലാബ് 8 രൂപയിൽ നിന്ന് 6 രൂപയെ കുറച്ചു. ഈ 2 രൂപ കുറഞ്ഞത് കനത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല, പാൽ വിതരണത്തിന് പ്രത്യേക തുക അനുവദിക്കാനാവില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. പൊതുവിപണിയിൽ വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മിൽമയിൽ നിന്ന് പാൽ വാങ്ങാൻ ആലോചിക്കാനാണ് ധനവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പല പ്രധാന അധ്യാപകരും തങ്ങളുടെ കീശയിൽ നിന്ന് കാശെടുത്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. വയറ് വിശന്നിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അറിവ് പകർന്നു കൊടുക്കാൻ കഴിയില്ല. പല കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക് വരുന്നത് ഭക്ഷണം പോലും കഴിക്കാതെയാണ്. സ്കൂളിലെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണുന്ന മുത്തങ്ങമ്പുഴ സ്കൂളിലെ ലൈജു സാർ പറഞ്ഞതാണിത്. മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കേന്ദ്രം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അർഹമായ വിഹിതം തടഞ്ഞുവെച്ചു എന്നായിരുന്നു സംസ്ഥാനം പറഞ്ഞിരുന്നത്. എന്നാൽ കേന്ദ്രം വിമർശനത്തെ പൂർണ്ണമായും തള്ളുകയായിരുന്നു. ഇപ്പോഴും കേന്ദ്ര ഫണ്ടിനോട് ഒപ്പമുള്ള സംസ്ഥാന വിഹിതമായ തുക പ്രത്യേകം അനുവദിക്കേണ്ടതിനാലാണ് സംസ്ഥാനം ഉഴപ്പുന്നത് എന്നാണ് പ്രധാന അധ്യാപകർ കുറ്റപ്പെടുത്തുന്നത്. ആരോഗ്യകരമായ ഒരു ശരീരവും മനസ്സുമാണ് കുഞ്ഞുങ്ങളെ വളരാനും പഠിക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകം. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കാനുള്ള ഈ പദ്ധതി ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുന്നത് സാധാരണക്കാരായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെയും വളർച്ചയും സാരമായ രീതിയിൽ ബാധിക്കും. കുഞ്ഞുങ്ങളുടെ വെൽഫെയറിനെ സംബന്ധിക്കുന്ന ഈ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നതെന്ന് കാത്തിരുന്ന് കാണാം.